വെൽ ഗുഡ് ഈവനിങ് എവറി വൺ. രാവിലെയാണ് കാണുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. നമ്മൾ ഹോം ഗ്രൗണ്ടിൽ കളിച്ച കളിയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ കളിച്ച കളിയാണ്. 0-0 ആണ് സ്കോർ. 0-0 ആണ് സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ട് ടീമും വളരെയധികം ഉജ്ജ്വല പെർഫോമൻസോടുകൂടി വളരെ സെൻറ്റിലേറ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് കളിക്കുകയും ഒരുപാട് ഷോട്ട്സ് ഓൺ ടാർഗറ്റ്സ് ഉണ്ടാവുകയും ഒരുപാട് ഡിഫെൻസീവ് ഡ്യുവൽസ്, ഡ്രിബിൾസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരുപാട് മിഡ്ഫീൽഡ് ബാറ്റിൽസ് ഒക്കെ നടന്ന വലിയൊരു കളിയായിട്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വൺ ഓഫ് ദ വേഴ്സ്റ്റ് മാഞ്ചസ്റ്റർ ഡെർബീസ് എവർ സീൻ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പല സമയങ്ങളിലും നമ്മൾ പരാജയപ്പെട്ട സമയങ്ങളിലും നമ്മളെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളുമൊക്കെ മാഞ്ചസ്റ്റർ ഡെർബീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ട ഗെയിംസ് ഇതിനേക്കാളും ബെറ്ററായിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സിറ്റി കോൺഫിഡൻസിൽ വളരെ വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ പ്ലേയേഴ്സിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഒരു പകുതി പോലും അവർക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫിൽ ഫോഡൻ ആണെങ്കിലും ഡെബ്രൈന ആണെങ്കിലും ഈവൻ ഗോക്കു ഒക്കെ വന്നപ്പോഴും ഗോക്കുവിൻ്റെ ആ ഇപ്പോഴത്തെ ഫോമൊക്കെ വെച്ചിട്ട് ഡോക്കുവിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസൊക്കെ വെച്ചിട്ട് ഐ തിങ്ക് ഹീ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും അടിക്കേണ്ടതാണ്. പക്ഷേ അതും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസിൻ്റെ ഗുണമാണ്, ഡിഫൻസിൻ്റെ ഗുണമാണ്. പക്ഷേ അല്ല, ഒരു വളരെ ബോറിംഗ് ആയിട്ടുള്ള രണ്ട് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡ് എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ വളരെ ഒരു ഡൾ ഹാഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ പറയും, കമൻറ്റേറ്റേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര യുണൈറ്റഡ് വാസ് ഓൺ ടോപ്പ് ഓഫ് ദ ഗെയിം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ തിങ്ക് ദ ഗെയിം വാസൻറ്റ് അറ്റ് ഓൾ. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡ് ഗെയിം, ഒരു സ്റ്റിച്ചിങ് ടുഗദർ ഓഫ് എൻ അറ്റാക്കോ ഒന്നും തന്നെ ഇല്ല. വി ആർ ജസ്റ്റ് ഡൂയിങ് സംതിങ്, ട്രൈയിങ് ടു ഹോപ്പ് ദാറ്റ് ഇൻ ദി എൻഡ് ദാറ്റ് സംതിങ് മൈറ്റ് ഹാപ്പൻ ഓർ നോട്ട്. അതാണ് എനിക്ക് ആ ഗെയിമിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. പിന്നെ ചില ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഉണ്ടായിട്ടുണ്ട്. യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മസ്റാവി വാസ് ബ്രില്യൻറ്റ്. മസ്റാവി കുറേ എഫേർട്സ്, അവരുടെ എഫേർട്സും സിറ്റിയുടെ കുറേ എഫേർട്സ് മസ്റാവി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഡിഫൻസിൽ മെഗ്വയറും മറ്റേ ഡലോയൊക്കെ കുറേ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. ബട്ട് അത്രയൊരു പ്രോപ്പർ ഡിഫൻസായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഒരു പ്രോപ്പർ ഡിഫൻസിൻ്റെ കവറിങ് അപ്പോൾ പൊസഷൻ അവരുടെ അറ്റാക്കിനെ ഒരു ഫൈനൽ തേർഡിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പോയി അതിനെ കവർ ചെയ്ത് അത് ഫൈനൽ തേർഡിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഡിഫൻഡറിൻ്റെ ഫസ്റ്റ്. ഫൈനൽ തേർഡ് മീൻസ് ബോക്സിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഡിഫൻസിൻ്റെ ഫസ്റ്റത്തെ പ്രാഥമികമായിട്ടുള്ളൊരു ഒരു ലക്ഷ്യം എന്ന് പറയും. പക്ഷേ അതിൽ നമ്മൾ ലാസ്റ്റിഷ് ആയിട്ടുള്ള ടാക്കിൾസാണ് കൂടുതലും നമ്മൾ ചെയ്യാറ്. അവസാനത്തെ ഷോട്ട് എടുക്കുന്നതിന് മുമ്പുള്ള ടാക്കിൾസ്, ഷോട്ട്സിൻ്റെ ബ്ലോക്ക് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഒരു ക്രോസ് ടാക്കിൾ ചെയ്യുന്നതിലോ ബോക്സിൽ എത്തുന്നതിന് മുമ്പ് അതിനെ ഹെഡ് ചെയ്ത് പുറത്ത് കളയുന്നതോ, ഒരു ഷോട്ട് ഒരു ലോങ് മിഡ്ഫീൽഡിൽ നിന്നൊരു അറ്റാക്കിലേക്ക് വരുന്ന ഒരു അസിസ്റ്റിനെ തടയുന്നതോ, പ്ലേസ് ബ്രേക്കപ്പ് ചെയ്യുന്നതോ, എഫക്റ്റീവായിട്ടുള്ളൊരു ഗെയിം പ്ലേ ഉണ്ടാകുന്നതായിട്ടോ എനിക്ക് ഒട്ടും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഡലോ വാസ് എ ബിറ്റ് ടു അഗ്രസീവ്, എനിക്കങ്ങനെ തോന്നി. ഒരു ഡിസിപ്ലിൻ ഉള്ളൊരു പ്ലെയർ അല്ല ഡലോ. ഹി നീഡ്സ് ടു കൺട്രോൾ ഹിംസെൽഫ് എ ലിറ്റിൽ ബിറ്റ്. അദ്ദേഹത്തിൻ്റെ ഗെയിം എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കളിക്കണമെന്നാണ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്, ബട്ട് നോബഡി ഈസ് ഏബിൾ ടു കൈൻഡ് ഓഫ് മേക്ക് എനിത്തിങ് പ്രൊഡക്റ്റീവ്. അത് ക്വാളിറ്റിയുടെ പ്രശ്നമാണോ അതോ കോച്ചിങ്ങിൻ്റെ പ്രശ്നമാണോ എന്ന് ഐ ഡോണ്ട് നോ. അത് ഈ ടാക്റ്റിക്കലി നമ്മൾ പറയുമ്പോൾ ടാക്ടിക്സിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് എനിക്ക് ചില ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ഹൈലൈറ്റ് ചെയ്യണം. അനദർ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഐ റിയലി വോണ്ട് ടു ഹൈലൈറ്റ് ഈസ് സെർഗ്സി, ജോഷുവ സെർഗ്സി എന്നുള്ള പ്ലെയർ. ആദ്യത്തെ ഹാഫ്
45 മിനിറ്റ്സ് പ്ലസ് ഒരു 20-25 മിനിറ്റ്സ് സെക്കൻഡ് ഹാഫ് ഹോയ്ലൻഡാണ് കളിച്ചത് അപ്പ് ഫ്രണ്ട്. വാട്ട് ഡിഡ് ഹോയ്ലൻഡ് ഡു? ഐ മീൻ, എത്ര ഗെയിം വേണം ഹോയ്ലൻഡിനൊരു പെർഫോമൻസ് കാണിക്കാൻ, ഒരു ഗോൾ അടിക്കാൻ? ഒരു ഗോൾ അടിക്കുന്ന പോട്ട് വിട്ടെ, ഗോൾ അടിക്കുന്നില്ലെങ്കിൽ ഗോൾ അടിക്കണ്ട, പക്ഷേ ഒരു ഹെഡർ വിൻ ചെയ്യാം, ഡിഫൻഡറിന് ഒരു ഡുവല് നടത്താം, ഒരു ഫിസിക്കൽ ബാറ്റിൽ ഉണ്ടാവാം, അവർക്കൊരു ത്രെട്ടായിട്ട് വരിക, ഒരു പ്രോപ്പർ പൊസിഷനിങ്ങിൽ ബോൾ റിസീവിങ്ങിനൊരു പൊസിഷനിലേക്ക് കറക്റ്റ് വരിക. ഇതൊന്നും ഒരു ഗെയിമിൽ പോലും ചങ്ങാതിയുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. അത് എനിക്കറിയില്ല, സ്കാൻഡിനേവിയൻ എന്തോ സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇത് ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ അത് ഈവൻ ഈ ഹോയ്ലൻഡ് ബോൾ റിസീവ് ചെയ്യുന്ന കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഹോയ്ലൻഡ് ബോൾ ഇപ്പം ഒനാനോ ഒരു ബോൾ ലോങ് ബോൾ അടിക്കുക, അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്ന് ബ്രൂണോയോ മറ്റേ കാസമീറോയോ ബോൾ ഹോയ്ലൻഡിലേക്ക് ടാർഗറ്റ് മാനായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ, അത് നമ്മുടെ അസിസ്റ്റ് പോലെ എടുക്കുമ്പോൾ, നോട്ട് ഈവൻ ഇൻ ദ ബോക്സ്, ഒരു ഫൈനൽ തേർഡിൻ്റെയൊക്കെ ഭാഗത്ത് ബോൾ എടുക്കുമ്പോൾ അദ്ദേഹം നോക്കുന്നത് ബാക്കിൽ ഡിഫൻഡർ ഉണ്ടോ. മൈക്കിൾ ഓവൻ കമൻറ്റേറ്റർ പറയുന്നുണ്ടായിരുന്നു ആ ഒരു കാര്യം, ബാക്കിലേക്ക് ഡിഫൻഡർ ഉണ്ടോ എന്നിങ്ങനെ ബാക്കിലേക്ക് നോക്കി പോവാ. ഹീസ് എ സ്ട്രൈക്കർ, ഹീസ് എ ഫിസിക്കലി വെരി ഇനോമസ് പേഴ്സണാലിറ്റി. ഹീ സപ്പോസ് ടു ഡോമിനേറ്റ് ദി ബോക്സ്, ഹീ സപ്പോസ് ടു ഡോമിനേറ്റ് ദി ഡിഫൻഡേഴ്സ്. അദ്ദേഹം ഇങ്ങനെ ഈ ബാക്കിലേക്ക് നോക്കി ആളുണ്ടോ എന്നിങ്ങനെ നോക്കി പോകേണ്ട ആളല്ല. ഹീ സപ്പോസ് ടു സ്റ്റാൻഡ് ഫേം ആൻഡ് റിസീവ് ദ ബോൾ. അത് ചെയ്യുന്നതിന് പകരം ഹീസ് ജസ്റ്റ് a little bit scared of the Premier League. He's a little bit scared. He cannot handle the pressure. Talent ഉണ്ടോ എന്ന് ചോദിച്ചാൽ I could see some talent here and there, but അത് ടാലൻറ്റ് വിത്തൗട്ട് പെർഫോമൻസ് ഈസ് നത്തിങ്. അത് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ഹോയ്ലൻഡിനെ സംബന്ധിച്ചിട്ട് ചെയ്യേണ്ടത്. അത് അദ്ദേഹം തീരെ ചെയ്യുന്നില്ല. അത് നമ്മുടെ കോച്ചും അത് എത്ര ഇനി ഓപ്പർച്യൂണിറ്റി കൊടുക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ് അപ്പുറത്ത് സെർക്സി എന്നുള്ളൊരു വളരെ ക്വാളിറ്റി ഉള്ള, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേ മേക്കർ, ടെക്നിക്കലി വളരെ സൗണ്ടാണ് സെർക്സി. അദ്ദേഹം വളരെ സ്പീഡുള്ള പ്ലെയറാണ്, ഫിനസ്സുള്ള പ്ലെയറാണ്. പിന്നെ അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് എങ്ങനെ ഒരു ബോൾ റിസീവ് ചെയ്യണമെന്നറിയാം, അദ്ദേഹത്തിന് ബോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാം. ഹി ഓൾസോ നോ ഹൗ ടു ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ. സോ ആ രീതിയിൽ നോക്കുമ്പോൾ സെർക്സി ഈസ് ദ ബെസ്റ്റ് ഇൻ അവർ ടീം ടു പ്ലേ ഫോർവേഡ്, അല്ലെങ്കിൽ നമ്പർ 10 ആയിട്ടാലും കുഴപ്പമില്ല. ബട്ട് ഹീ ഈസ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ ദാറ്റ് വി ഹാവ്. അതിൽ ഒരു ഡൗട്ടും ഇല്ലാത്തൊരു കാര്യം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി റൂബൻ അമോറിം ഈസ് നോട്ട് റെഡി ടു സ്റ്റാർട്ട് ഹിം. അതിന് അവസാനത്തെ ഒരു 15-20 മിനിറ്റ് കൊടുക്കണം. അങ്ങനെ കൊടുത്തത് കൊണ്ട് ഒരു സ്ട്രൈക്കറും ഡെവലപ്പ് ആവത്തില്ല, ഒരു സ്ട്രൈക്കറും ഗോൾ സ്കോർ ചെയ്യുന്ന വളരെ 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 എന്നിട്ട് പോലും അദ്ദേഹം ഒന്നോ രണ്ടോ നല്ല ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എടുത്തു. ഹോയ്ലൻഡ് 70 മിനിറ്റ് കളിച്ചിട്ട് കിട്ടാത്ത ഷോട്ടുകളും മറ്റും അസിസ്റ്റുകളും എഫേർട്ടും പിന്നെ ബോൾ കൺട്രോളും എല്ലാം ഈ സെർക്സി ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് ഉണ്ടാക്കിയെന്നുള്ളതാണ്, 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെന്നുള്ളത്. അവിടെ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാം, സെർക്സി ഈസ് നോട്ട് എൻ ഇമ്പാക്ട് പ്ലെയർ. ഈ അമോറിം സെർക്സിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആസ് ഹീസ് ഇൻട്രൊഡ്യൂസിങ് ഹിംസെൽഫ് ആസ് എൻ ഇമ്പാക്ട് പ്ലെയർ. ഈസ് നോട്ട് എൻ ഇമ്പാക്ട് പ്ലെയർ. അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയർ അല്ല. അദ്ദേഹം ഒരു വളരെ ടെക്നിക്കലി സൗണ്ട് ഒരു 90 മിനിറ്റ് പ്ലെയറാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ചുറ്റി നമുക്ക് ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹത്തിനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് തേർഡിൽ നമ്മുടെ പെർഫോമൻസ് അപ്പ് ചെയ്യാൻ അദ്ദേഹത്തെ സെൻട്രലൈസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തെ സെല്ല് ചെയ്യാൻ പോകുന്നു വരെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ചില ന്യൂസിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ഇഫ് യു വുഡ് ഹാവ് ലോസ്റ്റ് ഹിം, സെർക്സി ഈസ് എ ജെം. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഫുട്ബോൾ കളി കണ്ടിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാവും. ബട്ട് ദ വേ ഹൗ ഹീ ഈസ് ബീങ് യൂസ്ഡ് നോട്ട് അറ്റ് ഓൾ കറക്റ്റ്. അമോറിം അത് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വി ആർ ഗോയിങ് ടു മിസ് ഹിം. അദ്ദേഹം ഇവിടെ നിൽക്കില്ല, അദ്ദേഹം പോവും, അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം പോവും. സെർക്സിക്ക് ഇങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അവിടെ എവിടെയും കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഹീ നീഡ്സ് ടു പ്ലേ അപ്പ് ഫ്രണ്ട് എബവ് ഹോയ്ലൻഡ്. ദെൻ അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് ഹോയ്ലൻഡിൽ വേണമെങ്കിൽ കളിപ്പിച്ചോട്ടെ, ഇഫ് ഹീ ഈസ് ഏബിൾ ടു ബിക്കോസ് ഹോയ്ലൻഡ് ഈസ് ദ വൺ ഹൂ സപ്പോസ് ടു പ്രൂവ്. സെർക്സി അല്ല പ്രൂവ് ചെയ്യേണ്ടത്. സോ സെർക്സി നീഡ്സ് ടു പ്ലേ ഫുൾ ഗെയിം ആൻഡ് ഹോയ്ലൻഡ് നീഡ്സ് ടു കം ആസ് എ സബ്. അത് അമോറിം മനസ്സിലാക്കുന്നില്ല,
ചില ബയസ് കാണുന്നുണ്ട് അമറിൻ്റെ ഭാഗത്തുനിന്ന്. ഇറ്റ് ഈസ് ട്രൂ. Now moving on, മിഡ്ഫീൽഡ് കാസമിറോ ഗുഡ് പെർഫോമൻസ്. എനിക്ക് ഇപ്പോഴും കാസമിറോയ്ക്കെതിരെ ഒരുപാട് അറ്റാക്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കാസമിറോ ഐ തിങ്ക് ബെസ്റ്റ് ഇൻ ദ ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ഏരിയ. കമാൻഡ് ഉണ്ട് ബോക്സിൽ. പിന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ബോൾ മുൻപോട്ട് കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വി ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ പ്ലെയർ ലൈക്ക് ഈവൻ ബ്രൂണോ ഓർ കാസമിറോ. അതല്ലാതെ വേറെ ആരെയും എനിക്കങ്ങനെ ഒരു ഫ്രണ്ടിലേക്ക് ബോൾ ക്യാരി ചെയ്യാൻ, അല്ലെങ്കിൽ ബോൾ പ്രോപ്പറായിട്ടൊരു വിങ്ങിലേക്ക്, ഡിഫൻസീവ് മിഡിൽ നിന്ന് വിങ്ങിലേക്കോ നമ്പർ 10 കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്ട്രൈക്കറിലേക്കോ കളിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർ പ്ലെയർ നമുക്കില്ല. അപ്പം അത് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. നമ്മുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് കാസമിറോ ഈസ് നൗ 34-35. ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് നമ്മളിപ്പോഴും വി ആർ സ്റ്റിൽ റിലയൻറ്റ് ഓൺ ഹിം എന്ന് പറയുന്നതിൽ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് കാസമിറോ ഈസ് ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. വി നീഡഡ് എ പ്രോപ്പർ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഉഗാർട്ടെ, വാട്ട് എ വേസ്റ്റ് ഓഫ് മണി മാൻ. ഉഗാർട്ടെ ഈസ് നോട്ട് അറ്റ് ഓൾ എ ടെക്നിക്കൽ പ്ലെയർ അല്ല. ഹി ഡസ് നോട്ട് നോ ഹൗ ടു പാസ്. അദ്ദേഹത്തിന് ഒരു ലോങ് ഷോട്ട്സോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്. മേ ബി ഹി ക്യാൻ ബ്രേക്ക് അപ്പ് ദ പ്ലേ, പോയി 2-3 പേരെ ടാക്കിൾ ചെയ്തൊക്കെ ഇടാൻ പറ്റും. പക്ഷേ ദാറ്റ്സ് നോട്ട് വാട്ട് ഹീ സപ്പോസ് ടു ഡു ആസ് എ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. എസ്പെഷ്യലി നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ ലാക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരു മസിൽ ഗെയിം കളിച്ചിട്ട് കാര്യമില്ല. ആൾക്കാരെ പോയി ഇടിച്ച് തള്ളിയിട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് കാര്യമില്ല. വി നീഡ് ക്രിയേറ്റിവിറ്റി. നമുക്ക് പ്രോപ്പർ ഫുട്ബോളിംഗ് പ്ലേയേഴ്സിനാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് ഈ ശരീരം കൊണ്ട് കളിക്കുന്ന, ഇടിച്ച് കളിക്കുന്ന പ്ലേയേഴ്സിനല്ല. നമുക്ക് കാലുകൊണ്ട് കളിക്കാൻ പറ്റുന്ന, ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള, ചിന്തിച്ച് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിനാണ് വേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതില്ല. നമുക്കത് ഒട്ടും തന്നെ ഇല്ല. നമുക്ക് 1-2 പ്ലേയേഴ്സ് ഒഴിച്ച് ബാക്കി നമുക്ക് പറയാവുന്നവരെല്ലാം ഈ പറയുന്ന പോലെ ദേ ജസ്റ്റ് ഡു ഒരു ലീനിയർ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നൊരു പ്ലേയേഴ്സാണ്. ഉഗാർട്ടെ ഒരുപാട് ചാൻസസ് കളഞ്ഞു, ഒരുപാട് ലൂസ് ബോൾസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ മോശമാണ് ഉഗാർട്ടയുടെ ഭാഗത്ത് നിന്ന്. അദ്ദേഹം ഒരു PSG എന്ന് വരുന്നൊരു പ്ലെയറാണ് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അദ്ദേഹം വരുന്നൊരു ലെവൽ ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് മെസ്സിയുടെ കൂടെ കളിച്ച ആളാണ്. അപ്പോൾ ഐ മീൻ ഹി ഷുഡ് ഹാവ് ഹാഡ് സം ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം കാണിക്കേണ്ടതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും കാണുന്നില്ല. ഇനിയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ കൊള്ളാമായിരുന്നു എന്നുള്ളതേ പറയാൻ പറ്റിയ കാര്യം. ഇത്രയും പൈസ മുടക്കി വാങ്ങിച്ചൊരു സാറായതുകൊണ്ട് കളിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പക്ഷേ ടുഡേ നത്തിങ്. ബ്രൂണോ അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചു എന്ന് തോന്നി. ബ്രൂണോ ഒരു കുറേയൊക്കെ മൂവ്സ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ബട്ട് ഫൈനൽ തേർഡിലൊന്നുമില്ല. ഫൈനൽ തേർഡിൽ ആകെപ്പെട്ട സെർക്സി വന്നപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു പ്ലെയർ ഇപ്പോഴും നമ്മുടെ ടീമിൽ കളിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ ഹീസ് പിക്ഡ് അപ്പ് സോ മെനി ഹീസ് പിക്ഡ് ഇൻ സോ മെനി ഗെയിംസ്. ദാറ്റ് ഈസ് ഗർനാച്ചോയുടെ കളി. ഹീ ഈസ് നോട്ട് എ മാൻ യുണൈറ്റഡ് പ്ലെയർ. അത് സത്യമാണ്. കാരണം ഹീ ഡസ് നോട്ട് ഹാവ് എനി ടെക്നിക്കൽ പ്രോഗ്രസ്. ബോൾ കൺട്രോൾ ഇല്ല. ഒരു വിങ്ങറാണെന്ന് അദ്ദേഹം പറയുന്നു. വിങ്ങറിൻ്റെ ഒരു ക്വാളിറ്റിയും ഞാൻ കാണുന്നില്ല. ഒരു അസിസ്റ്റ് കൊടുക്കുന്നത് കാണുന്നില്ല. ഭയങ്കരമായ സെൽഫിഷ് കളി. അയാൾ കളിക്കുന്നത് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ വാസ് നെവർ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി എത്രയാണെന്ന് നമുക്കറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ അസിസ്റ്റ് കൊടുക്കൂല എന്ന് പലരും പറയുന്നെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളി കണ്ട 2012, 2010, 2008 സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കളി കണ്ടവർക്കറിയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ഥിരം കളി കണ്ടവർക്കറിയാം അദ്ദേഹം എത്ര അസിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ഈ സെൽഫിഷ് കളി കളിക്കുന്ന പ്ലേയേഴ്സിനെ നമ്മൾ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യരുത്. ദേ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ ടു പ്ലേ ഫുട്ബോൾ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഫുട്ബോൾ ഈസ് നോട്ട് അബൌട്ട് എ പേഴ്സൺ, ഇറ്റ്സ് അബൌട്ട് എ ടീം.
അവസാനത്തെ ആ ബോൾ നെറ്റിലേക്ക് എത്തുക എന്നുള്ളത് ഒരു 10-11 പേരടങ്ങുന്ന ഒരു ടീമിൻ്റെ ഒരു ടോട്ടൽ എഫേർട്ടാണ്. അല്ലാതെ ഒരിക്കലും ഒരു ആള് ബോൾ കൈ കിട്ടി ഉടനെ ശരി ഷൂട്ട് ചെയ്യാം, നല്ലൊരു പൊസിഷനോട് ഷൂട്ട് ചെയ്യാം, അതല്ല ഗെയിം. ദാറ്റ്സ് നോട്ട് ഫുട്ബോൾ. ഫുട്ബോൾ എന്ന് പറയുന്നത് ഹൂ ഹാസ് ദ ബെറ്റർ പൊസിഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വെൻ ഹി ഈസ് റിസീവിങ് ദ ബോൾ. ആ പൊസിഷനിൽ ബോൾ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു വിങ്ങറിൻ്റെയോ ഒരു സ്ട്രൈക്കറാണെങ്കിൽ പോലും ഔട്ടർ പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ ബെറ്റർ പൊസിഷനിൽ വേറൊരാളുണ്ടെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ദ സ്ട്രൈക്കർ ഷുഡ് അസിസ്റ്റ്, ബിക്കോസ് പൊസിഷനിങ്ങിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ടു സ്കോർ ദ ഗോൾ. എത്രയോ ചാൻസ് ഗർണാച്ചോ ഇരുന്ന് എത്രയോ അസിസ്റ്റ് ചെയ്യായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം വെറുതെ ബോളും കൊണ്ട് ഓടുക. ഐ ഡോണ്ട് നോ, പല ഇതിൽ വേറെ പല പേരുകളൊക്കെ അദ്ദേഹത്തിന് പറയുന്നുണ്ട്, പക്ഷേ അത് നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഇറ്റ്സ് എ വെരി ബോൾ ഇങ്ങനെ കൊണ്ട് ഓടുന്നതിൽ എന്താ കാര്യം? ബോൾ കൊണ്ട് ഓടുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ കാലും ബോളും തമ്മിലുള്ള ഗ്യാപ്പ്, അദ്ദേഹം ഡ്രിബിൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലും ബോളും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ശ്രദ്ധിച്ചറിയാം. മറ്റുള്ള സെർക്സിയോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബ്രൂണോയോ അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഏത് പ്ലെയറിനെ നമ്മൾ എടുത്ത് നോക്കിയാലും നമുക്കറിയാം അവരൊന്നും ബോൾ ഇങ്ങനെ കൊണ്ടുപോകും ഡ്രിബിൾ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഗ്യാപ്പ് വരാറില്ല. ഗർണാച്ചോ എന്താ ചെയ്യുന്നത്? ബോൾ കിക്ക് ചെയ്യുന്നു, കുറച്ച് ദൂരേക്ക് കിക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിന് ചേസ് ചെയ്യുന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ഡൂയിങ്. ദിസ് ഇസ് നോട്ട് ഡ്രിബ്ലിങ്. അതല്ല ഡ്രിബ്ലിംഗ് എന്ന് പറയുന്നത്. ഡ്രിബ്ലിംഗ് ഈസ് അബൌട്ട് കാൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നതിനാണ് ഡ്രിബ്ലിംഗ് എന്ന് പറയുന്നത്. മെസ്സിയുടെ ഡ്രിബ്ലിംഗ് നോക്കുക, ഇറ്റ് സ്റ്റിക്സ് ടു ഹിസ് ഫീറ്റ്, ദ ബോൾ സ്റ്റിക്സ് ടു ഹിസ് ഫീറ്റ്. അങ്ങനെയാണ് മെസ്സി ഡ്രിബിൾ ചെയ്യുന്നത്. അല്ലാതെ ഈ ഗർണാച്ചോ ഡ്രിബിൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഡ്രിബിൾ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ചേസിങ് ഓഫ് ദ ബോൾ. ഇങ്ങനെ കിക്ക് ചെയ്ത് ദൂരേക്ക് ഇടുന്നു, വീണ്ടും ചേസ് ചെയ്യുന്നു. ആ ചേസ് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് ഫിസിക്കലി കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയർ അദ്ദേഹത്തെ പുഷ് ചെയ്യുന്നു. അപ്പോൾ ഉടനെ അദ്ദേഹം താഴേക്ക് അയ്യോ എന്നെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞ് വീഴുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗെയിം, ഇപ്പോഴത്തെ ഗെയിം. ഒരു പെനാൽറ്റി അദ്ദേഹം എടുക്കാൻ നോക്കി, അത് പ്രോപ്പർ പെനാൽറ്റി ആണോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. ഐ തിങ്ക് ഹി തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ഇൻസൈഡ് ദ ബോക്സ്, പക്ഷേ ഔട്ട്സൈഡ് ദ ബോക്സ് ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം പെനാൽറ്റി വിൻ ചെയ്യാൻ നോക്കിയതാണ്, ഒന്നും നടന്നില്ല, ഫ്രീ കിക്ക് ആയിരുന്നു. പിന്നെ അതുപോലെ നല്ലൊരു ചാൻസ്, ഒരു അസിസ്റ്റ് വന്നു, ബ്രൂണോടെ നിന്നൊരു അസിസ്റ്റ് വന്നായിരുന്നു, ഒന്നും ചെയ്തില്ല. വെറുതെ ആരോ പുഷ് ചെയ്തു എന്ന്, സൈഡിൽ നിന്നെന്തോ പുഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് താഴെ വീഴുക. ഇതൊക്കെ എന്ത് ഫുട്ബോളാണെന്ന് ഞാൻ നോക്കി. ഡോണ്ട് പ്ലേ വിത്ത് യുവർ ബോഡി എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലായി. പ്ലേ വിത്ത് യുവർ ഫുട്ട്, പ്ലേ വിത്ത് യുവർ ബ്രെയിൻസ്. അതില്ല, ഇത് പ്രായത്തിൻ്റെത് പ്രശ്നമാണോ അതോ എന്ത് കളിയാണ്? ഞാൻ കണ്ടിട്ടുള്ള ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെ ഒരു വീക്ക് പെർഫോമറായിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും, ഈവൻ ജോൺ ഓഷെ പോലൊരു കളിക്കാരൻ നോക്കൂ, അദ്ദേഹം ഒരു ഡിഫൻഡറാണ്. അദ്ദേഹം പോലും അറ്റാക്കിംഗ് തേർഡിൽ വരുമ്പോൾ ഇങ്ങനെ വീക്കായിട്ട് പോകുന്ന ഇത് കണ്ടിട്ടില്ല. എത്രയോ ഓബർട്ടൺ, എത്രയോ നമ്മൾ ചെറിയ കുറച്ച് നാൾ നമ്മൾ ടീമിൽ കളിച്ച ആളുകളുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ജാബ് സ്റ്റാമിനയോ അവരെയൊന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, റൊണാൾഡോയോ ഒന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഗർണാച്ചോയുടെ കളി വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു, അദ്ദേഹത്തിൻ്റെ ചുറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിലേക്ക് ബോൾ കൊടുത്തോ പിന്നെ ഒന്നും കിട്ടത്തില്ല. അത് നമ്മുടെ ഡോഗുവിന് മനസ്സിലായിട്ടുണ്ട് കാര്യം. ഡോർഗു ആദ്യമൊക്കെ അദ്ദേഹത്തിന് പാസ് ചെയ്യാൻ ശ്രമിച്ചു, അവസാനമായപ്പോൾ നോക്കി അദ്ദേഹത്തിന് ബോൾ കൊടുക്കുന്നില്ല. കാരണം ബോൾ അദ്ദേഹത്തിന് കൊടുത്താൽ തിരിച്ച് ഡോഗുവിന് കിട്ടത്തില്ല. ഗർണാച്ചോ സെൽഫായിട്ട് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡോഗുവിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോഗുവിൻ്റെ പെർഫോമൻസ് പറയണം. ഡോഗുവിൻ്റെ പൊസിഷനിങ് വാസ് എക്സലൻറ്റ്. അദ്ദേഹം ഒരു പ്രോപ്പർ വിങ് ബാക്കിനെ പോലെ കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് അപ്ഗ്രേഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്, ഫൈനൽ തേർഡിലെ കുറച്ച് അസിസ്റ്റൻ്റ്, പ്രോപ്പർ ഷൂട്ടിങ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് അദ്ദേഹത്തിന് ഹി ക്യാൻ ബി ഗുഡ് പ്ലെയർ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് വിങ് ബാക്ക് ഇല്ല, ഡെഫിനറ്റ്ലി ഒരു വിങ് ബാക്ക് വേണം. പിന്നെ ലെഫ്റ്റ് ബാക്ക് ലൂക്ക് ഷോ ബെറ്ററായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല ഇനി എത്ര നാളുണ്ടാവും എന്നുള്ളത്. എനിവേസ്, പെർഫോമൻസ് വൈസ് വളരെ മോശമായിരുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന പെർഫോമൻസ് അല്ല. സിറ്റിയുടെ കൂടെ ഡ്രോ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് സന്തോഷമായിട്ട് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. ഇത് ജയിക്കേണ്ട ഒരു മാച്ചായിരുന്നു, കാര്യം അത്രയ്ക്ക് മോശമായിരുന്നു സിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലായിരുന്നു. ഡെബ്രാനയൊക്കെ വെറുതെ ഉണ്ടായിരുന്നു പോലും ഡൗട്ടായിരുന്നു കളിക്കാൻ. ഗ്രീലിഷ് വന്നു, പല കളിക്കാർ, ഡോക്ക് വന്നു, പക്ഷെ ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല.
നമ്മളൊരു ക്രിയേറ്റിവിറ്റി ഫ്രണ്ടിൽ നമ്മളൊരു ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ വി വുഡ് ഹാവ് വൺ ദിസ് ഗെയിം. പക്ഷേ നമ്മൾ അത് ചെയ്തില്ല. പക്ഷേ പെർഫോമൻസ് വളരെ മോശം പെർഫോമൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ല, ഒരു ഇതില്ല. പിന്നെ ആമറേമിൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ 5 at the back സിസ്റ്റം ഇനി എത്ര നാളെടുക്കുമെന്നറിയില്ല ബെറ്ററായി വരാൻ. എത്ര നാളെടുത്താലാണ് അതൊരു ടീമായി 5 at the backൽ നമ്മൾ കളിക്കുകയെന്നറിയില്ല. അല്ലെങ്കിൽ ഈ 3-5-3 എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ 3-4-2-1 ഒക്കെ എത്ര ടൈം എടുത്താൽ അത് കറക്റ്റായി വരുമെന്നറിയില്ല. ലെറ്റ് us hope for the best. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഒരു ചേഞ്ചൊന്നും ഇനി നടക്കത്തില്ല. മാനേജറൊന്നും, ഈ സിസ്റ്റം വർക്കാവണം. അത് വർക്കായാലേ തീരൂ. കാരണം ഇനിയും അടുത്ത സീസണിൽ ഇതുപോലെ ബോട്ടം ഹാഫിലൊക്കെ കിടക്കാനാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാൻ സസ്റ്റെയിൻ ദിസ് ഫോർ വെരി ലോങ് ടൈം. അതുകൊണ്ട് ആമറിം ഹാസ് ടു ചേഞ്ച് വാട്ട് ഈസ് നെസസറി ടു ബി ചേഞ്ച്ഡ്. അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പ്ലെയർ സെലക്ഷനിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്. ടാക്ടിക്സ് ഓക്കെ, അതിനുള്ള പ്ലെയേഴ്സിന് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഉള്ള പ്ലെയേഴ്സിനെ കറക്റ്റായിട്ട് അദ്ദേഹം യൂസ് ചെയ്യുന്നില്ല, സെലക്ട് ചെയ്യുന്നില്ല. അത് മാറി ഒരു പ്രോപ്പർ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആവാവുന്നതേ ഉള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അത് ചെയ്യണം, അതിലേക്ക് എത്തണം. എനിവേയ്സ്, നെക്സ്റ്റ് ഗെയിം നമുക്ക് കാണാം, ഹോപ്പ്ഫുള്ളി. താങ്ക് യു.